ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് വളക്കയിൽ ആരംഭിച്ച ഫെമി പവർ വനിതാ ഫിറ്റ്നസ് സെന്ററിന്റെ ഉദ്ഘാടനം കേരള നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ നിർവഹിച്ചു. ഇരിക്കൂർ എംഎൽഎ അഡ്വക്കേറ്റ് സജി ജോസഫ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് വി.പി. മോഹനൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ അഡ്വക്കേറ്റ് കെ. രത്നകുമാരി, കെ.എം. ശോഭന ടീച്ചർ, ടി.സി. പ്രിയ, എൻ. നാരായണൻ, കൊയ്യം ജനാർദ്ദനൻ, പി. സുരേഖ, രാജകുമാർ ടി, പ്രകാശൻ പി, ഷൈജു പി.വി, അഷ്റഫ് ചുഴലി, കെ. രവി മാസ്റ്റർ, ബിന്ദു എം വി, രമേശൻ കെ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. രമേശൻ കെ നന്ദി അറിയിച്ചു. ആരോഗ്യമുള്ളപ്പോൾ മാത്രമേ നിങ്ങൾക്ക് എന്റെ വേണ്ടുള്ളൂ, എനിക്ക് നിങ്ങളെ വേണ്ടുള്ളൂ. അത് അടിസ്ഥാനം ആരോഗ്യം തന്നെയാണ്. ആരോഗ്യം സംരക്ഷിക്കേണ്ടത് നമ്മുടെ ആരോഗ്യത്തിന്റെയും ആവശ്യമാണ്. ഇത് നേരത്തും മാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റൂ. എല്ലാ കളിയും കളിക്കുന്ന ആരോഗ്യം വേണ്ടേ? അപ്പൊ ആരോഗ്യമില്ലെങ്കിൽ നമ്മൾ കാലക്രമേണ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് വാങ്ങി പോകും. അപ്പൊ ഈ ആരോഗ്യം നിലനിർത്തിക്കൊണ്ടു പോകാൻ ആവശ്യമായ കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ആലോചിക്കേണ്ടത്. ഒരു കാര്യം ഞാൻ പറയും. ഇപ്പം റോബർട്ട് ജോർജ്, ഇത് അറിയുന്ന ആളല്ലേ, ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ്. എന്റെയൊക്കെ ജൂനിയറായി SFI ഉണ്ടായി, വളരെ ജൂനിയറാണ്. സ്ട്രോക്കാണ്, സ്ട്രോക്ക് വന്ന് വിമസ് കിടക്കുക. ഹൈപ്പർ ടെൻസീവ് സ്ട്രോക്ക് എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. എന്ത് ഈ ഹൈപ്പർ ടെൻസീവ് സ്ട്രോക്ക്? ഹൈപ്പർ ടെൻസീവ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ BP വന്നു, BPയുടെ ഭാഗം അതിന്റെ സ്ട്രോക്ക് ഇഗ്നോർ ചെയ്തു, അതിനാകെ അവഗണിച്ചെറിഞ്ഞു. മരുന്നും കുടിക്കൂല, പിന്നെ ഒരു പരിപാടി ഏറ്റെടുക്കും, അതിന്റെ മുമ്പിൽ അങ്ങ് നിൽക്കും. ആ പരിപാടി പൂർത്തിയാക്കും വരെ ഒന്നും നോക്കൂല. അപ്പൊ മൂപ്പർക്ക് BP ഉണ്ടെങ്കിൽ മരുന്നെടുക്കില്ല, സ്ട്രോക്ക് വന്നു. പക്ഷേ ഡോക്ടേഴ്സ് ഇന്ന് കിട്ടിയ റിപ്പോർട്ട് ആരോഗ്യനില മെച്ചപ്പെട്ടു വരികയാണ്. അത് ചെറുപ്പമായതുകൊണ്ടാണ്. അതുകൊണ്ട് ആരോഗ്യം വളരെ പ്രധാനമാണ്. നിങ്ങളിപ്പോ നല്ല നല്ല ആളുകളുടെ കൂടിയിട്ടുണ്ട്, നല്ല പങ്കാളിത്തമുണ്ട്. ആളുകൾ നിങ്ങൾ കൂടുക ഈ നേരത്ത്. അപ്പൊ നിങ്ങൾ ഇതിനോട് വളരെ പോസിറ്റീവായി നിങ്ങൾ സമീപിക്കുന്നത്. ഇത് നല്ലവർക്ക് നടക്കണം. കാരണം അവനവന്റെ ആരോഗ്യത്തെ കുറിച്ച് അവനവൻ നോക്കിക്കൊള്ളണം. അവനവന്റെ ആരോഗ്യത്തെ കുറിച്ച് മറ്റുള്ള ആൾ നോക്കാനൊന്നും പോകുന്നില്ല. പിന്നെ ഒരിക്കലും ഒരു ആവേശമായിട്ട് മാറാനും പാടില്ല. നാളെ രാവിലത്തെ 6 മണിക്ക് എണീച്ചൊരു ഓട്ടം, ഒരു ത്രെഡ്മില്ല് നടത്തം, പിന്നെ ഒരു സൈക്കിൾ വിട്ടത്, അത് കഴിഞ്ഞ് ലെഗ് എക്സ്റ്റൻഡ് പറഞ്ഞ ഓർഡർ കളി, പിന്നെ ഒരു വെയിറ്റ് എടുക്കല്. 10 ദിവസം കൊണ്ട് നിൽക്കും. ട്രെയിനർ ശ്രദ്ധിക്കേണ്ട കാര്യം മെല്ലെ മെല്ലെ കൊടുത്താൽ മതി. എല്ലാം ഒറ്റയടിക്കന്നെ കൊടുത്താൽ 2ാമത്തെ ദിവസം മേലും കഴിയുമ്പോൾ വരും, പിന്നെ ആളുണ്ടാവില്ല. അത് അവർക്കറിയാം, അവർ ഇതിനെ കുറിച്ച് അറിയുന്ന ആളല്ല. ഞങ്ങൾക്ക് ഇതിന്റെ ടെക്നിക്കൽ പക്ഷെ അറിയുന്ന ആളല്ല. എന്നാലും ഞാൻ മനസ്സിലാക്കി കാര്യമില്ല. ഇഷ്ടം പോലെ ജിമ്മിൾ നടന്നു വരുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് മെല്ലെ 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 ഓരോ ഐറ്റം കൂട്ടി 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 വന്ന് നിങ്ങളെല്ലാം നല്ല ആരോഗ്യമുള്ളവരാക്കി മാറ്റി തീർക്കാൻ ആവശ്യം. ഇപ്പൊ നല്ല ഇന്ന് മാത്രം ആരോഗ്യമാണ്. ഇവിടെ ഡയറ്റീഷ്യൻ ഉണ്ടെന്ന് പറഞ്ഞു. പഴയ പോലെ നല്ല നിന്നെ നടക്കുന്നു പോലും. ഇപ്പോ പഴയ പോലെ നല്ല ഇപ്പൊ ഡയറ്റീഷ്യൻ 4 മണിക്ക് 3 അണ്ടിപ്പരിപ്പ്, 4 ബദാം, 5 പിസ്ത, 3 അക്രോട്ട്. ഇതൊക്കെ ഭക്ഷണം. അല്ലാണ്ട് ഇതും കഴിച്ചിട്ട് നല്ലോണം തിന്ന് അങ്ങനെ തന്നെ നിൽക്കും, ഒരു മാറ്റം ഉണ്ടാവില്ല. അപ്പൊ ഇത് കളിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിനകത്ത് പ്രതിഫലിക്കപ്പെടണമെങ്കിൽ ഭക്ഷണത്തിന് ക്രമീകരണം ഉണ്ടാവണം. നമ്മുടെ നാട്ടിൽ ആൾക്കാർ ജിമ്മിൽ പോകുന്ന അറിയാം. എന്റെ നാട്ടിലൊക്കെ ആൾക്കാർ നമ്മുടെ ഫ്രണ്ട്സിന്റെ ജിമ്മിൽ പോകും. ജിമ്മിൽ പോകും, ചെടിച്ച് നടക്കാൻ പോകും. എന്നിട്ട് നേരെ നാഷണൽ ഹോട്ടലിൽ പോയിട്ട് 3 പൊറോട്ടയും ബീഫ് ഓടിക്കും. ഒരു കാര്യമില്ല. അപ്പൊ അതൊക്കെ നിങ്ങളുടെ ട്രെയിനർ കൃത്യമായി പറഞ്ഞത് എങ്ങനെയായിരിക്കണം ഭക്ഷണക്രമം, ഡയറ്റ് എങ്ങനെയായിരിക്കണം. നിങ്ങൾ നല്ലോണം വ്യായാമമൊക്കെ ചെയ്ത് നേരെ മുമ്പിൽ തോട്ടത്തിൽ നിന്ന് ഒരു 3 പൊറോട്ടയും ബീഫും അടിച്ചാൽ പിന്നെ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഇതിനൊക്കെ വളരെ കൃത്യമായ ഡയറ്റ് ചാർട്ട് ഉണ്ട്. എന്ത് കുടിക്കാം, എന്ത് കുടിക്കാൻ പാടില്ല, എന്തൊക്കെ തിന്നാൻ പാടില്ല, വളരെ കൃത്യമായി. ഇതിപ്പോ നിങ്ങൾ പ്രായം ചെന്നൊരു നമ്മൾ ഇക്കാര്യത്തിൽ ഉള്ളിപ്പോയി ഇങ്ങനെയാണോ? ഞാൻ പ്രസംഗിക്കുമ്പോൾ ചില മുടി നരച്ചവർ എന്നോക്കി പൊട്ടിച്ചിരിക്കുന്നതിനും ഇതെല്ലാം നിന്നിട്ടാണല്ലോ നമ്മൾ ഇത്രയും കാലം നിന്നത്. പക്ഷെ പുതിയ കാലമാണ്, പുതിയ പുതിയ രോഗങ്ങളാണ്. എന്തൊക്കെ രോഗം വരുന്നത് മനസ്സിലാക്കിയില്ല.